കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ അധികൃതർ നിലപാട് കടുപ്പിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. ഇതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. നിലവിലുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിലപാട്. യൂണിഫോമിന്റെ നിറവും ശൈലിയും സ്കൂളിന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. എന്ത് തർക്കത്തിന്റെ പേരിലായാലും ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവനെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിന്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല. ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ചവർ അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമാനുസരണം റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവരെ അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. ഹിജാബ് ധരിച്ചു വരുതെന്ന് സ്കൂൾ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ല. വിഷയം കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ PTA സ്കൂളിൽ പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകുകയുണ്ടായി. തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. 3. ശരിയായ രീതിയിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കേരള WPC 1744/2016 വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 8/5/2024 എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി സ്കൂൾ അധികൃതർ രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി കാര്യം പഠിക്കാതെയാണ് നിലപാടെടുത്തത്. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കുലറിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ. ഷ്യൂർലി വി വിൽ ഫോളോ ദാറ്റ്. വാർത്താ സമ്മേളനത്തിന്റെ മന്ത്രി നടത്തിയ മറ്റൊരു പ്രസ്താവനയ്ക്കെതിരെ മാനേജ്മെന്റും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അൺഎയ്ഡഡ് സ്കൂൾ ആണെങ്കിലും NOC നൽകുന്നത് സർക്കാർ എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്കൂളിന് സംസ്ഥാന സർക്കാരിന്റെ NOC ആവശ്യമില്ലെന്നുമാണ് സ്കൂളിന്റെ വാദം. അത് കേന്ദ്രീയ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇന്നിപ്പോ പുതുക്കേണ്ട സമയമാണ്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. CBSE അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു. 2026-27 അക്കാദമിക് ഇയറിലേക്ക് CBSE അഫിലിയേഷനുള്ള NOC സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും വേണ്ട. ഇപ്പോൾ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. ഇതിനിടെ സംസ്ഥാനത്തെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കാർ സർക്കുലർ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് STPI രംഗത്തെത്തി.
ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനാ അവകാശമാണെന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ് SDAP ആയുധമാക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്കാണ്. ഡാനി, ഇന്നലെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായി എന്നാണ് ഇന്നലെ ഒരു വൈകിട്ടോടു കൂടിയൊക്കെ വന്ന വിവരങ്ങൾ. അതായത് ഹൈബിയുടെ MP-യുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു. ഈ വിഷയത്തിലൊരു പരിധിവരെയും ശാശ്വതമായ പരിഹാരം ഉണ്ടായെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനമാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കിയത്. ഇന്ന് രാവിലെ മന്ത്രി നിലപാട് മയപ്പെടുത്തിയെങ്കിൽ പോലും പക്ഷേ സ്കൂൾ അധികൃതർ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. പഴയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇതോടെ സർക്കാർ വെട്ടിലായ അവസ്ഥ. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതോ SDPI പോലുള്ള സംഘടനകൾ ഈ വിഷയം ഒരായുധമാക്കുകയും അത് വർഗീയവൽക്കരിക്കുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് ഇനി നിർണായകമാവുക? എന്തായിരിക്കും സർക്കാർ ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഡാനി. ടോം, ഈ വിഷയത്തിൽ നിലവിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയം ഇവിടെ സ്കൂളിൽ വെച്ച് അത് തീരുന്നെങ്കിൽ, ഒരു ധാരണയാവുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത് ഇവിടെ സ്കൂളിൽ ചില ധാരണകളാകുന്നു, ചില കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു, കുട്ടിയുടെ പിതാവുമായിട്ട് ചില ധാരണകളിലെത്താൻ ശ്രമിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ആ രീതിയിൽ തന്നെ തീരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു നിർബന്ധ ബുദ്ധിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. കുട്ടിയുടെ ഒരു അവകാശം ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ രീതിയിലാണ് ആ വിഷയത്തിനെ നോക്കിക്കാണുകയും ചെയ്തത്. അതുകൊണ്ട് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഒരു സർക്കുലർ, ഒരു നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ലഭിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ അവരുടെ വിശദീകരണം ലഭിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് കുട്ടിയുടെ പിതാവുമായി നടക്കുന്ന ആ ചർച്ചകളിൽ അവിടെ ഒരു തീരുമാനമാകുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്നെല്ലാമാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. സ്കൂൾ തലത്തിലാണെങ്കിൽ ഈ ചർച്ചകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭ്യമായ റിലീസിന് അവർ സർക്കുലറിന് മറുപടി നൽകിയിട്ടുണ്ട്. ഈ മറുപടിയിൽ അവർ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കാരണം അദ്ദേഹം നൽകിയ ചോദ്യങ്ങൾ അത് വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കുട്ടി സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല എന്ന് അവർ CCTV ദൃശ്യങ്ങളടക്കം ബോധ്യമാക്കിക്കൊണ്ടാണ് മറുപടി നൽകുന്നത്. കാരണം അവിടെ ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്ന 3 ദിവസങ്ങളിലുണ്ട്. ഈ 3 ദിവസവും അവിടെ ഉണ്ടായിരുന്നു. ആരും അവരെ പുറത്താക്കിയിട്ടില്ല. മറിച്ച് ഇക്കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാനാണ് കുട്ടിയുടെ പിതാവിനെ അടക്കം ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ആരും അവരെ പുറത്താക്കിയിട്ടില്ല. അപ്പോൾ പുറത്താക്കി എന്ന് പറയുന്ന കാര്യങ്ങൾ തികച്ചും ബാലിശമായാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി ഈ വിഷയങ്ങളിൽ സ്കൂളിന് ഒരു കോഡ് ഓഫ് കോണ്ടക്ട് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. സ്കൂളിനൊരു ബൈലോ ഉണ്ട്. ഇക്കാര്യത്തിൽ ഈ യൂണിഫോം അനുസരിച്ച് അവിടേക്ക് വരണമെന്ന കാര്യങ്ങളിലടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി എഴുതി ഒപ്പിട്ട് വാങ്ങിയെല്ലാമാണ് രക്ഷിതാക്കൾ കുട്ടികളെ വിദ്യാലയങ്ങളിൽ ചേർക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ തിരിച്ച ഈ സർക്കിളിലൂടെ തന്നെ മറുപടി നൽകുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം വളരെ പ്രധാനപ്പെട്ടത് കുട്ടിയുടെ രക്ഷിതാക്കളുമായുള്ള ഒരു സംസാരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് MP തലത്തിൽ ചില സംസാരങ്ങൾ അവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മറുപടി കുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് സ്കൂൾ മാനേജ്മെൻറ്റും കൂടി ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിലല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ മറുപടിയും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ വ്യക്തമായും കുട്ടിയുടെ പിതാവ് പറയുന്നത് തങ്ങൾ സ്കൂളിൻ്റെ നിയമപ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറാണ്. സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് വരാം, ഹിജാബ് ധരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളിൽ തങ്ങൾ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ്. അവരുമായിട്ട് കുട്ടിയുടെ പിതാവുമായിട്ട് കൂടുതൽ ഈ കാര്യങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ പിതാവിൻ്റെ ഒരു സമ്മതപത്രം തന്നെ ഇക്കാര്യങ്ങൾ വേണമെന്നൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കുട്ടിയുടെ പിതാവുമായി ചർച്ച നടത്തി അത്തരമൊരു സമ്മതപത്രം കൂടി ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്ന ഒരു സമ്മതപത്രം കൂടി നൽകിക്കൊണ്ട് ഈ ഒരു നടപടി പൂർത്തീകരിക്കാനാണ് സ്കൂൾ അധികൃതർ, പള്ളുരുത്തിയിലെ സെൻട്രൽ സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകും. തൽക്കാലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ഇവിടെ കിരൺ ബാബു, മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്കൂളിന്റെ ഭാഗത്ത് ഒന്ന് അല്പം കൂടെ പക്വപരമായിട്ട് സ്കൂളിന് ഇടപെടാമായിരുന്നു എന്ന രീതിയിലൊരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി.
പക്ഷെ യഥാർത്ഥത്തിൽ വളരെ പക്വതയോടുകൂടി തന്നെയാണ് സ്കൂൾ ഈ വിഷയത്തിൽ ഇടപെട്ടത്. ആ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ അവിടുത്തെ യൂണിഫോം ധരിച്ച് വരണം, അതൊരു കുട്ടിക്ക് മാത്രം ഇത്ര ഇളവ് നൽകാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഒരു യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു കുറച്ച് പേർ സംഘടിച്ചെത്തി സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ആ കുട്ടിയുടെ പിതാവിൻ്റെയും കുട്ടിയുടെയൊക്കെ പ്രതികരണം എടുത്തുകൊണ്ട് ഇവിടെ ആ കുട്ടി വലിയ രീതിയിലുള്ള ഒരു ചൂഷണം നേരിടുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ഒരു പ്രചരണം നടത്തുന്നു. പക്ഷേ ഇത് ഇന്നലെ ആ വിഷയത്തിൽ ഹൈബീഡിൻ്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയതാണ്. അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയാണ് കാര്യങ്ങൾ വീണ്ടും വഷളാകാനുള്ള കാരണമായതും. അത് SDPI പോലും ഈ വിഷയത്തെ ഇപ്പോൾ ഒരു ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സാമുദായിക പ്രശ്നമായത് മാറുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇത് കൈവിട്ടു പോകാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പക്വപരമായിട്ടുള്ള നിലപാട് വേണം, ഇടപെടലുകൾ വേണം. എന്തായിരിക്കും ഇനി സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? മാത്രമല്ല ഇത് ഈ സ്കൂൾ അധികൃതരെ, സ്കൂൾ മാനേജ്മെൻറ്റിനെ, പ്രത്യേകിച്ചും ലത്തീൻ സഭയെ അടക്കം പ്രകോപിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. കാരണം KRLCC പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, കത്തോലിക്ക കോൺഗ്രസ് മന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായിട്ട് മന്ത്രിയുടെ പ്രസ്താവന, മന്ത്രി കാര്യം പഠിക്കാതെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് സഭാ നേതൃത്വം പോലും പറഞ്ഞ സാഹചര്യത്തിൽ, മാത്രമല്ല ഈ NOC നൽകുന്ന സർക്കാരാണ്, അങ്ങനെയുള്ള ഭീഷണികൾ വേണ്ട എന്ന് സ്കൂൾ മാനേജ്മെൻറ്റും കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി നിലവിൽ ഈ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നറിയേണ്ടിയിരിക്കുന്നു. ടോം, ഈ വിഷയത്തെ വളരെ ജാഗ്രതയോടുകൂടിയും തന്ത്രപരമായും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. അത് തുടക്കത്തിൽ സർക്കാരിന് അങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്ന് സർക്കാരിന് ഗൗരവമായ വീഴ്ച പറ്റി എന്ന് വേണം കരുതാൻ. അതാണ് ഇപ്പോൾ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നത്. ഇന്നലെ എറണാകുളം MP ഹൈബീഡനും അതോടൊപ്പം തന്നെ അവിടുത്തെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഒക്കെ ചേർന്ന് ഈ വിഷയത്തിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ അവർ നേരിട്ട് സാധാരണ രീതിയിൽ ഇത്തരം പരിഹാരം ഉണ്ടാക്കുമ്പോൾ മന്ത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ശേഷം പ്രശ്നപരിഹാരത്തിൽ ഇടപെടുക എന്നുള്ള രീതി അവർ പാലിച്ചില്ല എന്നതിന് പേരിൽ രാഷ്ട്രീയമായി ഇനി അത് കോൺഗ്രസിന് നേട്ടമാകുമോ എന്നുള്ള ഒരു തോന്നലൊക്കെ ആവണം. എന്തായാലും അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഔദ്യോഗിക ഒരു വാർത്താക്കുറിപ്പ്, ആ വാർത്താക്കുറിപ്പാണ് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കിയതും ഇതിനെ വീണ്ടും ഒരു പരിഹരിക്കപ്പെട്ടു പോയൊരു പ്രശ്നത്തെ വീണ്ടും തുറന്നുവിട്ടത് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഇന്ന് മന്ത്രി രാവിലെ നമ്മളുമായി സംസാരിക്കുന്നു. അപ്പോഴും നിലപാട് പഴയ തന്നെയാണെങ്കിലും കുറേയേറെ മയപ്പെടുത്തിയാണ് സംസാരിച്ചത്. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയും വളരെ മയപ്പെടുത്തിയാണ് മന്ത്രി നിലപാട് സംസാരിച്ചത്. പക്ഷേ ആ മന്ത്രി അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, NOC നൽകുന്നത് സർക്കാരാണ് പുതുക്കി നൽകേണ്ടത് എന്നതുകൂടി ഓർമ്മ വെച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതിൻ്റെ കൃത്യമായ അർത്ഥം അങ്ങനെയാണെങ്കിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിനാണെങ്കിൽ NOC ഞങ്ങൾ പുതുക്കി നൽകില്ല എന്നൊരു വ്യാഖ്യാനം അതിനുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു മന്ത്രിയുടെ പ്രതികരണം വന്നാൽ വിശദമായ ആലോചനകളൊക്കെ നടത്തിയാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തുമെങ്കിൽ മന്ത്രിയെ ഓപ്പണായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മന്ത്രിയുടെ അങ്ങനെ ഞങ്ങളുടെ NOC റദ്ദാക്കാനാവില്ല, ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടും എന്ന് പറഞ്ഞ് തുറന്ന ഒരു വെല്ലുവിളി തന്നെ നടത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ മന്ത്രിക്കെതിരെ. ഇതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഇത് ഈ മാനേജ്മെൻറ്റും ഈ തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക്, ഒരു കടുത്ത നിലപാടിലേക്ക്, ഒരു ഓപ്പൺ ഫൈറ്റ് വേണമെങ്കിൽ ആവാം എന്നൊരു നിലപാടിലേക്ക് മാറാനും കാരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് വിഷയം എന്നതിനപ്പുറത്തേക്ക്, അത് ലത്തീൻ സഭയുടെ വിഷയം എന്നതിനപ്പുറത്തേക്ക് പൊതുവെ ക്രൈസ്തവ സഭകളുടെ ആകെ ഒരു പിന്തുണ ഈ വിഷയത്തിലുണ്ടായി. ദീപികയുടെ മുഖപ്രസംഗം വരുന്നു, പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭാ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നു. ആ തരത്തിലേക്ക് ഒരു വലിയ പിന്തുണ ഉണ്ടാകുന്നു. രണ്ടാമത് ഈ വിഷയത്തിലേക്ക് പൊതു സമൂഹത്തിനിടയിൽ നിന്നും അങ്ങനെ ഒരു വിഷയം പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തിലേക്ക് SDPI പോലെ ഒരു സംഘടന കടന്നു വരികയും SDPI ഒരു സംഘടന അങ്ങനെ ഒരു സർക്കുലർ വേണം എന്ന് വാശി പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വാശി പിടിച്ചത് വഴി ഉണ്ടായ ഇവരുടെ പിന്നിലെ ഉദ്ദേശം ഇത് ഏതെങ്കിലും ഒരു മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മതപരമായ ഒരു ഏതെങ്കിലും വസ്ത്രം ധരിക്കാനോ ഒന്നുമല്ല. അതിന് പിന്നിൽ തീർച്ചയായും കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ SDPI കളത്തിലേക്ക് ഇറങ്ങിയതിനെയാണ് ജാഗ്രതയോടുകൂടി കാണേണ്ടത്. കാരണം ഇവിടെ ഈ ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കാർ സർക്കുലർ ഇറക്കണമെന്ന് SDPI ആവശ്യപ്പെടുന്നു. ഈ ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനാ അവകാശമാണെന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പിനെയാണ് SDPI ആയുധമാക്കുന്നത്. എന്തായാലും രണ്ടുപേരിലേക്കും എത്താം. കിരൺ ബാബുവും ഡാനിപ്പോളും തുടരുക. SDPI നേതാവിൻ്റെ പ്രതികരണം കേൾക്കാം. ഇപ്പോ ഇവിടെ NSS സ്കൂൾ നടത്തുന്നുണ്ട്, SNDP സ്കൂൾ നടത്തുന്നുണ്ട്, MES നടത്തുന്നുണ്ട്, ഒരുപാട് പലരും നടത്തുന്നുണ്ട്. എവിടെയും ഇത് നിഷേധിക്കുന്നില്ല. ഇത് ചില മാനേജ്മെന്റ് ക്രിസ്ത്യൻ സ്കൂളുകളാണ് ഇത് ചെയ്യുന്നത്. മാനേജ്മെന്റുകള് ഒരു തീരുമാനമെടുക്കുമ്പോ അതൊരു പൗരന്റെ
മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാകരുത്. ഇപ്പൊ തൊട്ടടുത്ത എന്റെ വീടിന്റെ തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ അത് ആര് നടത്തുകയാണെങ്കിലും അവിടെ ഗവൺമെന്റ് സ്കൂൾ നടത്തണമെങ്കിൽ ഏത് മാനേജ്മെന്റ് ആണെങ്കിലും സ്കൂൾ നടത്തണമെങ്കിൽ ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റ് അനുമതി കൊടുക്കുന്ന പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും അവിടെ പോകാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. ഗവൺമെന്റ് അനുമതി കൊടുക്കാതെ അംഗീകാരം കൊടുക്കാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവർ നടത്തുന്നില്ല. യെസ്, കിരൺ ബാബുവിലേക്ക്. കിരൺ ബാബു, ഇവിടെ പല സംഘടനകളും ഈ വിഷയത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. SDPI, BJP പോലുള്ള സംഘടന. BJP ഇത് ദേശീയ തലത്തിൽ പോലും ചർച്ചയാക്കുന്നു. മാത്രമല്ല, നമുക്കറിയാം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ നേരിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് സംഘപരിവാർ സംഘടനകൾ ഒറ്റപ്പെട്ട സാഹചര്യമുണ്ടായി. വലിയ രീതിയിൽ ഒറ്റതിരിഞ്ഞ് സംഘപരിവാർ സംഘടനകളെ ഇവിടുത്തെ എല്ലാ കക്ഷികളും ആക്രമിച്ചപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ BJP ഉന്നയിക്കുന്ന കാര്യം. കാരണം ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കന്യാസ്ത്രീമാർ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ കയറി ചില ഹിഡൻ അജണ്ടയോടുകൂടി ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടാകുന്നു. ഈ വിവാദത്തിന്, ഹിജാബ് വിവാദത്തിന് പിന്നിൽ പോലും അത്തരം ബാഹ്യശക്തിയുടെ ഇടപെടലുണ്ട് എന്ന് അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. BJPക്ക് ഉൾപ്പെടെ ഒരു വടി കൊടുക്കുകയല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. കാരണം സർക്കാർ ഈ വിഷയത്തിൽ നല്ലൊരു ഒരു പക്വതയോടു കൂടിയുള്ള ഒരു സംയമനത്തോടു കൂടിയുള്ള ഒരു നിലപാട് സ്വീകരിച്ചതെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകില്ലായിരുന്നു. BJPക്ക് ഇവിടെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടാകില്ലായിരുന്നു. ടോമിനെ രണ്ട് തരത്തിൽ വേണം കരുതാൻ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ വിഷയവും കേരളത്തിലെ ഒരു സ്കൂളിലെ ഒരു ഹിജാബ് ധരിക്കുന്ന വിഷയവും തമ്മിൽ താരതമ്യം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു വിഷയമാണ്. ആ വിഷയത്തൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ആ വിഷയത്തിലൊക്കെ കൃത്യമായ ബോധ്യമുള്ളതുമൊക്കെയാണ്. അത് എത്രത്തോളം പ്രചാരണം BJPക്ക് അനുകൂലമാകും എന്നൊക്കെ പിന്നീട് കാണേണ്ട കാര്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സർക്കാരിന് പറ്റിയൊരു പ്രധാനപ്പെട്ട വീഴ്ച, ഇന്നലെ ഇത് രമ്യമായി പരിഹരിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഇത് അങ്ങനെ രണ്ട് വർഗീയത ഉണർത്തിക്കൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഭാഗത്ത് SDPI നിൽക്കുന്നു, BJP ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലേക്കുള്ള ഇതിലൊരു വലിയ സർക്കാരിൻ്റെ കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഒരുപാട് വിഷയങ്ങളുള്ള ഒന്നാണ്. അതിൽ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് പകരം സർക്കാർ ചില വേണ്ടത്ര അവധാനതയില്ലാതെ ഇന്നലെ എടുത്ത നിലപാടുകൊണ്ട് ഇവർക്ക് വീണ്ടും അവസരം, SDPI പോലൊരു സംഘടന വന്ന് പറയുകയാണ് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാം, അങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കണം എന്ന് ആവശ്യപ്പെടുന്നു. SDPIയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കുന്നതോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം പഠിച്ച് ഇനി അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കേണ്ട ആവശ്യമാണ് സർക്കാരിന് തോന്നിയാൽ SDPI ആവശ്യപ്പെട്ടതോടുകൂടി അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുന്നതോടുകൂടി സർക്കാർക്ക് വല്ലാതെ തിരിച്ചടി സർക്കാരുണ്ടാകുകയും പ്രതിരോധത്തിലാകുകയും ചെയ്തൊരവസ്ഥ സർക്കാർ ബോധ്യപ്പെടുന്നു. മറുഭാഗത്ത് BJPയുടെ ഭാഗത്തു നിന്നൊരു വലിയ സപ്പോർട്ട് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനടക്കം അങ്ങനെ ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ സർക്കാരിന് വീണ്ടും ഇനി നാളെ ഈ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക, SDPI പോലുള്ള സംഘടനകൾ അതിന് പിന്തുണ കൊടുക്കുന്നതെന്ന് കരുതുക, ഈ സ്കൂളിൽ ഇതിനെ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ സർക്കാരിന് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. കോടതിയുടെ ഉത്തരവ് സ്കൂളിന് അനുകൂലമായൊരു ഉത്തരവുണ്ട്. അപ്പോൾ ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് സർക്കാരിന് മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? സർക്കാർ നൽകിയ ഒരു ഉത്തരവല്ല എങ്കിൽ പോലും നിർദ്ദേശത്തെ ഉത്തരവ് എന്ന് മാനിക്കാൻ കഴിയുന്ന ആ തരത്തിലേക്ക് ഒരു ഡയറക്ഷൻ എന്ന് തന്നെ വേണമെങ്കിൽ അങ്ങനെ പറയാവുന്നത് കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നാണ്. ഇന്ന് മന്ത്രി നൽകിയ വിശദീകരണം പൊതുവെ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നൊരു വിഷയമാണ്. സ്കൂൾ യൂണിഫോമിനോട് ചേർന്ന ഒരു ശിരോവസ്ത്രം ധരിച്ച് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നൽകിയത്, അല്ലാതെ അതൊരു പ്രത്യേക ഉത്തരവല്ല എന്നൊക്കെ മന്ത്രി ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം നാളെ ബോധപൂർവം ഇതൊരു വിഷയം ഉണ്ടാക്കണം എന്ന് ഈ കക്ഷികളൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ സർക്കാരിനൊരു നിലപാട് സ്വീകരിക്കലൊക്കെ പ്രയാസമാകുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വാഭാവികമായും വരും. എന്ന നിലപാടിൽ നിന്ന് ചിലപ്പോൾ പിന്നോക്കം പോകേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും ഈ പറയുന്ന സംഘടനകൾക്കൊക്കെ ദേശീയ തലത്തിൽ BJP ഇടപെട്ടാലും ഇവിടെ SDPI ഇടപെട്ടാലും സ്വാഭാവികമായും അത് തിരിച്ചടി നേരിടേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന ഇടതു മുന്നണിക്കുമാണ്. അതിൻ്റെ ആ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണാതെയുള്ള ഒരു നിലപാടാണ് മന്ത്രി ആവേശപൂർവ്വം ഇന്നലെ വൈകുന്നേരത്തെ വാർത്താക്കുറിപ്പോടുകൂടി പ്രഖ്യാപിച്ചത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇനിയും ആ പ്രശ്നത്തിനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി. ഡാനി, നേരത്തെ കിരൺ ബാബു സൂചിപ്പിച്ച പോലെ ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ അത്തരമൊരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് മറ്റു പല സ്കൂളുകളിലേക്കും സമാനമായ രീതിയിൽ, മറ്റു പല സ്കൂളുകളിലും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
കൂടുതൽ വിദ്യാർത്ഥികളെത്താം. അത് ഈ പറയുന്ന പോലെ STP പോലുള്ള സംഘടനകൾ അത് ആയുധമാക്കാം. മാത്രമല്ല അങ്ങനെയെങ്കിൽ അത് വീണ്ടും ഈ ഹൈന്ദവ സംഘടനകൾ അതല്ലെങ്കിൽ BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തെ വീണ്ടും കൂടുതൽ വഷളാക്കാനുള്ള സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സഭയും പറയുന്നത് ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റു പലയിടങ്ങളിലേക്കും സമാനമായ രീതിയിലുള്ള പ്രവണത വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. എന്തായിരിക്കും ഇനി സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അതോടൊപ്പം ഈ കുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല, സ്കൂളിൽ നിന്ന് തുറന്നു, പക്ഷേ സ്കൂളിൽ കുട്ടി എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? അവരുടെ നിലപാടെന്താണ്? ഇന്നലത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ അവിടെ തുടർന്ന് പഠിപ്പിക്കാൻ സ്കൂൾ യൂണിഫോം, സ്കൂളിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് യൂണിഫോം ധരിച്ചുകൊണ്ട് അവിടെ വിദ്യാഭ്യാസം തുടരാൻ തന്നെയാണോ കുടുംബത്തിന് തീരുമാനം? ടോം, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ MP അടക്കം നടത്തിയ ഒരു ആശയവിനിമയമുണ്ട്. ഒരുപക്ഷെ സ്കൂൾ മാനേജ്മെൻറ്റ് കൂടി ആ തലത്തിൽ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല ഔദ്യോഗിക തലമായെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞ വിവരമാണ് സ്കൂൾ മാനേജ്മെൻറ്റിനുള്ളത്. അത് പ്രകാരം നേരത്തെ ഉണ്ടായിരുന്നൊരു ധാരണ ഹിജാബ് ഇല്ലാതെ തന്നെ സ്കൂളിൻ്റെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ കുട്ടിക്ക് വിദ്യാലയത്തിലേക്ക് വരാം. തങ്ങൾ ഇനി മറ്റു വിഷയങ്ങൾ ഒരു സങ്കീർണതകളിലേക്ക് പോകുന്നില്ല, വലിയ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല എന്നതായിരുന്നു ഒരു പിതാവിൻ്റെ ഒരു പ്രതികരണമായിട്ടുണ്ടായിരുന്നത്. അതേ നിലപാടിൽ തന്നെയാണ് അവരും. മാധ്യമങ്ങളോട് പ്രതികരിക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവർ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇതിൽ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയും രക്ഷിതാക്കൾ ഇവരെ സ്കൂൾ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തുന്നുണ്ട്. ചർച്ച ചെയ്ത് അവർ ഏതാണ്ട് അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു നിർദ്ദേശപ്രകാരം അവരിൽ നിന്ന് അത് എഴുതി വാങ്ങണമെന്നത്, ഒരു സമ്മതപത്രം വാങ്ങണമെന്നതുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയതിന് ശേഷം അവർ ഈ ഒരു നടപടികൾ അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ്, ഈ ഒരു വിവാദത്തിന് തന്നെ ഇത് തിരശ്ശീലയിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇതൊരു വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പല രീതിയിൽ രാഷ്ട്രീയ സംഘടനകളടക്കം ഇടപെടുന്നൊരവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ SDPI ഒരു ഭാഗത്ത് അവർ ആവശ്യപ്പെടുന്നത് പോലെ ഈ മന്ത്രിയുടെ സർക്കുലർ അത് ഉത്തരവാക്കി മാറ്റണമെന്ന രീതിയിൽ തന്നെ ആവശ്യപ്പെടുമ്പോൾ, മറുഭാഗത്ത് BJPയും RSSും എല്ലാം തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതകളിലേക്കെല്ലാം തന്നെ പോവുകയാണ്. നേരത്തെ കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഒരു അവസാനിച്ച ഒരു വിഷയം എന്ന രീതിയിൽ തന്നെ എല്ലാവരും അതിനെ കണ്ടത്. വൈകുന്നേരം വളരെ പൊടുന്നനെയുണ്ടായിരുന്നൊരു ഉത്തരവിലൂടെ തന്നെ അത് വീണ്ടും അതിന് ജീവൻ വയ്ക്കുകയായിരുന്നു. പല രീതിയിലേക്ക് അത് കത്തിപ്പടരുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. ആ ഒരു തിരിച്ചറിവ് ഇന്ന് സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഉയർന്നു വരുന്ന സമവായ ചർച്ചകൾക്ക് തന്നെ പ്രോത്സാഹനം നൽകുക എന്നത് തന്നെയാണ് തത്വത്തിലുള്ളൊരു ധാരണ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് കൊണ്ട് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്. വൈകാതെ ആ കുട്ടിയുടെ പിതാവുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കും. സമ്മതപത്രം അടക്കമുള്ള കാര്യങ്ങൾ അവർ നൽകും എന്ന് തന്നെയാണ് ഇതിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും. പക്ഷേ ഡാനി, ഇവിടെ BJPക്ക് ഒരു വടി കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ഇതുപോലുള്ള വിവാദങ്ങൾ. നമുക്കറിയാം, ഈ ലവ് ജിഹാദ് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ടത്തിൽ ഇരു സമുദായങ്ങളും തമ്മിലുള്ള പ്രശ്നം തുടങ്ങുന്നത്. അതിനുശേഷം മൂവാറ്റുപുഴയിലൊരു കോളേജിൽ നിസ്കരിക്കാനുള്ള സമയം അനുവദിക്കണം, സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നു. പിന്നീട് കോതമംഗലത്തെ സോന എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ, അത് നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള നീക്കമായിരുന്നു അതിന് പിന്നിൽ എന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ടായി. വലിയ രീതിയിലുള്ള അത് BJP അതൊരു രാഷ്ട്രീയ ആയുധമാക്കി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ലവ് ജിഹാദ് അല്ല അതിന് പിന്നിലെന്ന് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലാണ് ഈ പള്ളുരുത്തി സ്കൂളിലെ വിവാദവും ഉടലെടുക്കുന്നത്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ തന്നെ കൂടുതൽ മോശമാകാനുള്ള സാധ്യതയുണ്ട്. മറ്റു വർഗീയ ശക്തികൾക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനും മറ്റും ആ രീതിയിൽ അവർ ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിലപാടേറെ നിർണായകമാണ്. നമുക്കറിയാം, ഒരു മതനിരപേക്ഷതയിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കേരളത്തിൻ്റെ സാഹചര്യം ഈ സമീപകാലത്ത് ഈ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെടുന്നു. മനുഷ്യർ വർഗീയമായി ചിന്തിക്കുന്നു, ചെറിയ പ്രശ്നങ്ങളെപ്പോലും ആളിക്കത്തിക്കുന്നു. ഇതൊരിക്കലും ഒരു നല്ല ഒരു പ്രവണതയല്ല ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. ഇവിടെ ആരുടെ ഭാഗത്തു നിന്നാണ് ഒരു ഇടപെടൽ വേണ്ടത്, ഡാനി?
ടോം, പല വിഷയങ്ങൾ ഇപ്പോൾ സമീപകാല വർത്തമാനകാല കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളും ആലോചിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഈ ചർച്ചകൾ കൊണ്ട് തന്നെ വലിയ രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നുണ്ട്. ഈ ചർച്ചകൾക്ക് കാരണമാകുന്നത് പലപ്പോഴും ഈ മതപരമായ ചിന്തകളും കാര്യങ്ങളും വർഗീയമായി ചിന്തിക്കുന്നതെല്ലാം തന്നെയാണ്. അത് ഏറ്റുപിടിക്കാനായിട്ട് നിരവധിയായ സംഘടനകളും എല്ലാം തന്നെ ഇന്ന് വളരെ സജീവമാണ് എല്ലായിടത്തും എന്നത് പറഞ്ഞ് മതം വളരെ പെട്ടെന്ന് ആളുകൾക്ക് ക്യാച്ചീവ് ആവുന്ന കാര്യമായിട്ട് തന്നെ മാറുന്നതുകൊണ്ട് തന്നെ അത് ഏറ്റുപിടിക്കാനും ആ വിഷയങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഇത് അവരുടെ ആശയങ്ങൾ കലർത്തുവാനും എല്ലാം തന്നെ കഴിയുന്നു എന്നതാണ്. അത് ആ രീതിയിലേക്ക് ചിന്തിക്കപ്പെടുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ഇത്രയധികം ഈ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു എന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളെ സമീപിക്കുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ കൃത്യമായ രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. അതിൽ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് എത്രമാത്രം പ്രസക്തി അർഹിക്കുന്നു എന്നത് നോക്കി എല്ലാം തന്നെയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെയും ഹിജാബ് എന്ന സംഭവത്തിൽ ഒരു തർക്കങ്ങളിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ സ്കൂൾ അധികൃതരുമായി നടത്തിയ ഒന്നാം വട്ട ചർച്ചയിലേക്ക് തന്നെ അത് അവസാനിച്ചു പോകാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം സ്കൂൾ അധികൃതരടക്കം പറയുന്നത് ആദ്യവട്ടം പിതാവ് ഇക്കാര്യങ്ങൾക്കെല്ലാം സമ്മതത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ ഇതുമായി ബന്ധമില്ലാത്ത കുറേയധികം പേർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ താല്പര്യമുള്ളവർ ഒരുപാട് പേർ പല വിഷയങ്ങളിലും ഇടപെടാൻ തയ്യാറായിക്കൊണ്ട് തന്നെ മറ്റൊന്നിലേക്കും ഇടപെടാൻ, പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിൽ വളരെ സജീവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ തയ്യാറാവുന്നവർ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടവർ ഒരുപാട് പേര് പുറത്ത് കാത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളിൽ ഇരുഭാഗത്തും ആൾക്കൂട്ടം ഉണ്ടാകുന്നതും വലിയ രീതിയിലേക്ക് ചർച്ചകൾക്കെല്ലാം തന്നെ പോകുന്നതും. സമീപകാല പല സംഭവങ്ങളും നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ചർച്ചകളെല്ലാം തന്നെ BJPക്ക് വഴി തുറക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയമായുധമാക്കി മാറ്റാവുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വിവാദങ്ങളിലേക്ക് ഒരു വിഷയം കത്തിപ്പടരുന്നതിന് മുൻപ് അതിൻ്റെ ഒരു മൂലകാരണങ്ങൾ സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായ രീതിയിലുള്ള ചർച്ചകൾ തന്നെ വേണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഇതിപ്പോൾ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്ന് തന്നെ കരുതണം. കാരണം അവിടെ വന്നു പോയ പലരും തന്നെയും ആശയവിനിമയം നടത്തിയത് അത് തന്നെയാണ്. നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണത്. അത് ചെറിയ രീതിയിലുള്ള ഇത്തരം പരാമർശങ്ങൾ കാര്യങ്ങളും കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകരുത്. ആ ഒരു പ്രദേശത്തെ തന്നെ വലിയ ഒരുപാട് പേർ ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് മധ്യവർത്തികളായ ഒത്തിരി കുടുംബങ്ങൾ ആശ്രയിക്കുന്നൊരു വിദ്യാലയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയി 2 ദിവസം അത് സ്കൂൾ അടച്ചിടേണ്ട കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവിടുത്തെ നിയമാവലിയും കാര്യങ്ങളും എല്ലാം പരസ്പര ബോധ്യത്തോടുകൂടി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ ഇനി ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു അന്തസത്ത പലപ്പോഴും തന്നെ ഈ വിവാദങ്ങളുടെ അന്തസത്ത പലപ്പോഴും തന്നെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കാൻ ഒരു ഇടപെടലുകൾ വേണ്ടത്. പ്രത്യേകിച്ചും ഇതുപോലുള്ള വിഷയങ്ങളെ വർഗീയവൽക്കരിക്കുന്നവർ കുട്ടികളെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ കരുവാക്കരുത്, ഇരയാക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്.